ഇത് ആദ്യം തന്നെ പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പൂർണ്ണമായ ഒരു സത്യസന്ധമായ നെല്ല് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. കാരണം ഒരു മാനം മര്യാദയായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ എതിരായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിൽ ബേസിക് ആയിട്ട് ആ പരാതിക്കാരികൾ അവിടെ ഒരു ഫണ്ട് അവർ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഫണ്ടിനെ തിരിമറി നടത്തി എന്നുള്ളൊരു പരാതി ഇരിക്കെ അത്തരത്തിലൊരു കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് പോലീസ് അത് പൊതുബോധ്യത്തിൽ കൊണ്ടുവരുന്നതൊക്കെ വളരെ നമുക്കൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ബേസിക് ആയിട്ട് ഇതിൽ ചില 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 വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വീഴ്ചകൾ ഇനി കവർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ വീഴ്ചകളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പോലീസ് ആത്മാർത്ഥമായി ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇതിലിപ്പം വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബാങ്ക് ഡീറ്റെയിൽസ്, ഈ QR കോഡ് അറ്റാച്ച് ചെയ്ത ബാങ്ക്, ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് ഇപ്പൊ മനസ്സിലായി എന്ന് പറയുന്നത് 10-64 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ഇത്ര ഭീമമായ എമൗണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സംശയം ഉള്ള കാര്യമാണ്. അപ്പൊ പോലീസ് ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് പോലീസിന് പറ്റിയ ആ വീഴ്ച ഇനിയെങ്കിലും അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരതിന്റെ എല്ലാ ഡിജിറ്റൽ എവിഡൻസുകളും ബാക്കി തെളിവുകളും ഈ പൈസ എങ്ങോട്ടായി പോയി, എവിടെ സ്പെൻഡ് ചെയ്തു, അപ്പൊ ഇത്രത്തോളം എമൗണ്ട് ഇവർക്ക് വരുമാനമില്ല, ആ വന്ന ഒരു എമൗണ്ട് വേറെ പല സ്ഥലത്തേക്കും പോയി എന്ന് ഇപ്പൊ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഇപ്പം സപ്പോസ് ഒരു ലണ്ടനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വീട് നന്നാക്കിയിട്ടുണ്ട്, അവിടെ അല്ലെങ്കിൽ വേറെ വീട്ടു സാമഗ്രികൾ വാങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തൊക്കെ ആ എവിഡൻസ് കൂടി പോലീസ് കളക്ട് ചെയ്ത് ഒരു സ്ട്രോങ് ആയ ഒരു കേസ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ പോലീസിന് ആദ്യം പറ്റിയ വീഴ്ച അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ പൊതുസമൂഹത്തിൽ പോലീസിന് ഒരു നിയമം, ഒരു നീതി നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണെന്നൊരു ബോധ്യം പൊതുമധ്യത്തിൽ ഉണ്ടാവുള്ളൂ, പൊതുജനങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളത് വളരെ 1-2 ദിവസമായിട്ട് എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിന്റെ വീഴ്ചയോ അല്ലെങ്കിൽ കുടുംബത്തിനെ പറ്റി പറഞ്ഞ് ആഘോഷിക്കുന്നത് വളരെ ഇന്നത്തെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഈ സിസ്റ്റം, അതായത് പോലീസ് ഉൾപ്പെടുന്ന സിസ്റ്റം, അത് ഫെയിലിയർ ആവുന്നു. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ വാർത്തകൾ കിട്ടിയ ഉടനെ അത് ആഘോഷിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിന്റെ അടിയിൽ ചില ഇൻഡിവിജ്വൽസ് ഒക്കെ അല്ലെങ്കിൽ ചില കുടുംബങ്ങളും ഇൻഡിവിജ്വൽസ് ഒക്കെ പെട്ടുവെന്ന് ആരും മനസ്സിലാകുന്നില്ല. അപ്പം ഇത് ആദ്യമേ തന്നെ പോലീസ് ഈ പരാതി ലഭിച്ച സമയം, കേസും കൗണ്ടറും ലഭിച്ച സമയം, ആ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് പബ്ലിക്കിൽ പൊതുബോധത്തിൽ കൊണ്ടുവരാതെ അവര് പ്രിലിമിനറി എൻക്വയറി കണ്ടക്ട് ചെയ്യണമായിരുന്നു. അതായത് ഇത്രത്തോളം പണം ഈ എംപ്ലോയീസിന്റെ ഈ ജോലിക്കാരുടെ കയ്യിൽ വന്നിട്ടുണ്ടോ, അത് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് ക്ലിയറായി അപ്പം തന്നെ മനസ്സിലാവുമായിരുന്നു. അത് പോലീസ് ചെയ്യാതെ പോലീസും ഇതിൽ കുറച്ച് അതിലൊരു വാർത്താപാതനം ഉണ്ടായിക്കോട്ടെ. കാരണം ഒരു ഭാഗത്ത് ഒരു സെലിബ്രേറ്റ് ആയ ഒരു കുടുംബം, മറുഭാഗത്താണെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ്. അപ്പൊ സ്വാഭാവികമായിട്ട് പോലീസും അങ്ങനെ ആദ്യം കരുതിയെന്ന് തോന്നുന്നു. അത് പോലീസിന്റെ ഭാഗത്ത് തെറ്റാണ്. അത് ഇനി റെക്ടിഫൈ ചെയ്ത് പോലീസിന് മതിയായ ഒരു മതിപ്പ് പൊതുസമൂഹത്തിൽ കിട്ടണമെങ്കിൽ ഈ കേസ് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് ഒരു പ്രോപ്പർ ചാർജ് ഷീറ്റ് കൊടുക്കുക. ആ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രതികൾക്ക് കൺവിക്ഷൻ ലഭിക്കും. ഇപ്പോഴും വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പ്രതികൾ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടികളൊക്കെ ഒളിവിലാണെന്ന് പറയുന്നത്. അപ്പൊ അവരെ കണ്ടുപിടിക്കുക, അവരെ ചോദ്യം ചെയ്യുക, അവരെ ഭാഗം കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെ എല്ലാ എവിഡൻസുകളും മൊത്തത്തിൽ കോർത്തിണക്കി നല്ലൊരു കേസ് ആയി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൽ ആദ്യം പോലീസ് വന്ന വീഴ്ചകളിൽ നിന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പോലീസ് നടപടികൾ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോലീസുകാരുടെ ഭാഗത്തുണ്ടായ വീഴ്ച, അതിലിപ്പോൾ ഈ കേസിൽ എല്ലാ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുണ്ട്, CCTV ദൃശ്യങ്ങളാണ്. ഇതെല്ലാം എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും അല്ലെങ്കിൽ CCTV ആയാലും ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ള, ഈ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ തെളിയിക്കാൻ എളുപ്പമുള്ള മാർഗങ്ങളുണ്ടല്ലോ, CCTV ആയാലും ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും ഒക്കെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു കാലതാമസം? ഇതിപ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയാകുന്നു. അപ്പോഴേക്കും ഈ ജീവനക്കാരികൾ ഒളിവിൽ പോകുന്നു. നിലവിലിപ്പോൾ അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമ്പോഴും ഇവർ ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് പോലുള്ള ഒരു നടപടിയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കടക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ സിസ്റ്റത്തില്, ഈ പോലീസ് ഉൾപ്പെടുന്ന സിസ്റ്റത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പൊ ഈ കോംപ്രമൈസ് ടൈപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ പോലീസിന്റെ നിലയും വിലയും കളഞ്ഞു കുളിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ അത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഈ കോംപ്രമൈസിങ് ടൈപ്പ് ചില ഓഫീസേഴ്സ് ആദ്യം ചില സമയം ഒരു ഭാഗത്ത് സെലിബ്രിറ്റി ആയ കുടുംബം, അതിൽ തന്നെ അതിലത്തെ ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡർ,
അപ്പൊ മറ്റേ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട കുറെ പണം തട്ടിപ്പ്. അപ്പൊ ആ ഉദ്യോഗസ്ഥന്മാര് കരുതി കാണും ഇതെന്ന ഒരു ഒന്ന് സാധാരണ ലെവലിൽ നിന്ന് കൈവിട്ടൊന്ന് കളിക്കാന്നില്ല കരുതി കാണും. അങ്ങനെ ചില കോംപ്രമൈസിംഗ് ടൈപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ കയ്യിൽ നിന്ന് ഈ കേസ് അന്വേഷണം മാറ്റിയിട്ട് അവിടെയാണ് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണേണ്ടത്. അതായത് ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് പോലീസ്. അപ്പൊ ഇവിടുത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പറയണം അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ. അപ്പൊ ഈ പരാതിക്കാർക്ക് അല്ലെങ്കിൽ എതിർകക്ഷികൾക്കും പരാതിയുള്ള ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ സൂപ്പർവൈസർ ലെവൽ ഓഫീസേഴ്സ് അവരെ കയ്യിൽ നിന്ന് കേസ് മാറ്റിയിട്ട് കുറെ കൂടി നിഷ്പക്ഷമായി അന്വേഷിച്ചിട്ട് പോലീസിന് പറ്റിയ ക്ഷതം, പോലീസിന് പറ്റിയ ആ ഒരു വീക്ക്നെസ് അത് റെക്ടിഫൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മേലുദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ കോംപ്രമൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഈ പോലീസിന് വീഴ്ചകളോ അല്ലെങ്കിൽ പോലീസിന്റെ പേരുദോഷമൊക്കെ ഉണ്ടാവും. അത് റെക്ടിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇനി മേലുദ്യോഗസ്ഥന്മാരാണ്. അവർ ആ കേസ് പ്രോപ്പറായിട്ട് നല്ല ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ബാക്കി നടപടികളൊക്കെ കോടതി പോകാതിരൊക്കെ മതിയായ ശിക്ഷകളൊക്കെ ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.